വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ എഗ് ഇൻക്യുബേറ്ററിൻ്റെ PCB ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനെ എങ്ങനെ എച്ചിങ്, ഡ്രില്ലിംഗ്, സോൾഡറിംഗ് എല്ലാം ചെയ്ത് ഒരു PCB ആക്കിയെടുത്ത് അതുപയോഗിച്ചിട്ട് ഒരു ഇൻക്യുബേറ്റർ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളുടെ PCB റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയഗ്രാം റെഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ജമ്പർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ കോമ്പോണൻ്റാണ് ആദ്യം സോൾഡറിങ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ജമ്പർ വെച്ചു എന്ന് വെച്ചാൽ ഇതൊരു വേറൊരു കോമ്പോണൻറ്റിൻ്റെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചൊരു ലീഡായിരുന്നു. അപ്പോൾ നമ്മൾക്കിതിങ്ങനെ പൊങ്ങി നിൽക്കണ്ട, നമ്മൾക്കത് ഫ്ലാറ്റ് ആയിട്ടിരിക്കണം. അപ്പം ഞാനിവിടെ നേരെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അത് മാക്സിമം ചേർന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തോ ഇപ്പുറത്തോ വേറെ ഹൈറ്റ് കൂടിയ കോമ്പോണൻസ് ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ കോമ്പോണൻറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് സോൾഡറിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് 3 റെസിസ്റ്റർ ഉണ്ടല്ലേ. അതിനകത്ത് 1 കിലോ ഓംസിൻ്റെ 2 ഉണ്ട്. 33 കിലോ ഓംസിൻ്റെ ആക്ച്വലി എൻ്റെ കയ്യിലുള്ളത് 1/2 വാട്ടാണ്. അപ്പോൾ ഇതിന് ഇത്തിരി ഹൈറ്റ് കൂടും. അപ്പോൾ ഇത് രണ്ടും സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് സോൾഡറിങ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് 1/2 വാട്ടിൻ്റെ ആവശ്യമില്ല, 1/4 വാട്ട് മതി. പക്ഷേ 1/2 വാട്ടാണുള്ളത്, രണ്ടും വർക്കാവും. നമ്മളുടെ ബോർഡ് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ AC പാർട്ട് മാത്രം നമ്മൾ സോൾഡറിങ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമ്മൾക്ക് 2 മൾട്ടി ടേൺ പോർട്ട് വെച്ചത് നമ്മൾക്കൊന്ന് വോൾട്ടേജ് കറക്റ്റ് ട്യൂൺ ചെയ്ത് വയ്ക്കണം. ഇതിനകത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പിൻ നമ്പർ 4 ഗ്രൗണ്ടാണ്, 8 പവർ സപ്ലൈ 12 വോൾട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി 1 2 3 നോക്കുകയാണെങ്കിൽ ഈ പോർട്ടിൻ്റെ, അതായത് ഇവിടെ കാണുന്ന പോർട്ടിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതിനെ തിരിക്കുകയാണെങ്കിൽ വോൾട്ടേജ് മാറും. ഓക്കെ, മാറുന്നുണ്ടോ? നെക്സ്റ്റ് ഇപ്പുറത്ത്, അതായത് ഇവിടെയാണെങ്കിൽ വേറെ പോർട്ടിൻ്റെ ഔട്ട്പുട്ടാണ്. ഇനി പിൻ നമ്പർ 2 നോക്കുകയാണെങ്കിൽ ഇത് തെർമിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ 3.5 കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കുകയാണെങ്കിൽ ഇതിന് ഡിഫറൻസ് വരും. കാരണം എൻ്റെ കയ്യിൽ ഏകദേശം 36 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്. ഞാനിപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് 3.9 ആയി, 4 ആയി, കുറേ ഇൻക്രീസ് ആയിട്ട് മാക്സിമം എവിടെ എത്തിയിട്ട് നിൽക്കുന്നു നോക്കാം. അപ്പോൾ അത് 36 റെഫറൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, 4.12 നിൽക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് 4.12 കൂടുതലാണ് വേണ്ടത്. അപ്പോൾ 4.3 ഒക്കെ നമ്മൾക്ക് പിടിക്കാം. ഇതിനെ തിരിച്ചിട്ട്, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമ്മൾ നോക്കുന്നത്. ഇത് കുറച്ചിട്ട് 4.3 വരണം. 4.3 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പോർട്ടിന് ഇതിനേക്കാളും കൂടുതലാണ് വേണ്ടത്. ഫോർ 4.8 സെറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി വെറും നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സെറ്റിംഗ് ആണ്. നമ്മൾക്ക് ആക്ച്വൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇൻക്യുബേറ്ററിൻ്റെ ബോക്സ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ വരുന്ന സമയത്ത് എത്രയാണോ നമ്മളുടെ തെർമിസ്റ്ററിൻ്റെ ഔട്ട്, അങ്ങനെയുള്ള നോക്കിയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ IC ചിപ്പെല്ലാം വയ്ക്കാവുന്ന ഒരു മിനിമം സെറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ലൈവായിട്ട് തന്നെയാണ് വെച്ചത്, അതുകൊണ്ട് റിലേ ഓൺ ആവുന്ന സൗണ്ട് അങ്ങനെ തന്നെ കേട്ടു, ടക്കെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റിലേ ഓൺ ആവുന്നുണ്ട്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, അതായത് തെർമിസ്റ്റർ ഒന്ന് ചൂടാക്കണമെങ്കിൽ
നമുക്ക് വേണമെങ്കിൽ സോൾഡറിങ് അയണിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റിലേ ഓഫായിട്ടുണ്ട്. നമ്മൾ സോൾഡറിങ് അയൺ മാറ്റി വെച്ചു. ഓക്കെ, ചൂടാറുന്ന സമയത്ത് വീണ്ടും റിലേ ഓണായി. ഇപ്പോൾ ഇത് ബേസിക്കലി വർക്കിംഗ് ആണ്. ഇനി നമ്മൾക്കൊരു ബോക്സിനകത്ത് വെച്ച് ചൂടാവാനുള്ള ബൾബെല്ലാം കൊടുത്ത് ഒരു തെർമോമീറ്ററും ഒപ്പം വെച്ചിട്ട് നമ്മൾക്ക് കറക്റ്റ് കാലിബ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻക്യുബേറ്റർ റെഡിയായി. ഇനി ഇതിൻ്റെ AC പാർട്ടും കൂടി അസംബിൾ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിനെ ഒരു ബോക്സിൽ അസംബിൾ ചെയ്ത് നോക്കാം. ഈ ബോക്സിലാണ് നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നത്. ഈ ഫാൻ നമുക്ക് ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്യണം. ഇത് ആക്ച്വലി നമ്മളുടെ മുട്ട ശ്വസിക്കുമ്പോൾ ഇതിനകത്ത് ഓക്സിജൻ റീഫിൽ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് എയർ എടുക്കണം. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന് എയർ എടുക്കാനല്ല. ഇത് രണ്ടാമത്തെ ഹോള്. അപ്പോൾ ഒന്നാമത്തെ ഹോളിലൂടെ കുറച്ച് എയർ കയറുന്നു, ഇതിലൂടെ കുറച്ച് പുറത്തേക്ക് തള്ളുന്നു. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. പ്രധാനമായിട്ടും ഫാൻ വെച്ചത് ഇതിനകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ ഫാൻ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ വയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട് PCBയിൽ. നമുക്ക് പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും സോൾഡറിങ് ചെയ്യണം. നമുക്ക് ആ സോൾഡറിങ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 220 വോൾട്ട് പവർ കണക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു തവണ ചെയ്ത് നോക്കിയിരുന്നു. ഇതിപ്പോൾ പ്ലഗ് ചെയ്താൽ 220 വോൾട്ട് പവർ കണക്റ്റ് ആവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡാപ്റ്റർ ഉണ്ട്, 220 വോൾട്ട് പവർ ഉണ്ട്. ഇതിനെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടി പവർ കണക്ട് ചെയ്യുകയാണെങ്കിൽ മീൻസ് ഇത് ഒരുമിച്ചാക്കാൻ അറിയുമെങ്കിൽ ഒരുമിച്ചാക്കിയാൽ ഒറ്റ പവർ ആവും. ബൾബ് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ. ഇപ്പോൾ കാണിക്കുന്ന റൂം ടെമ്പറേച്ചറാണ്. നമുക്കിതിൻ്റെ സെൻസർ ഇൻക്യുബേറ്ററിൻ്റെ അകത്തേക്ക് വിടണം. ഇനി നമുക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് ഉള്ള പരിപാടിയാണ്. നമുക്കിത് ക്ലോസ് ആയിട്ടിരിക്കാനൊരു വെയിറ്റ് വെക്കണം. ഇനി നമുക്ക് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ റിലേ ഓണായിട്ടുണ്ട്, ബൾബ് ഓണായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ബൾബ് എത്തുന്നത് കാണാൻ പറ്റും. ഇനി ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ അറിയേണ്ടത് 37.5 ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ എത്രയാണ് വോൾട്ടേജ് വരുന്നത് എന്നുള്ളതാണ്. മൾട്ടിമീറ്ററിൽ 4.55 കാണിക്കുന്നുണ്ട്, 4.64. തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ 34.6. റിലേ ഇടയ്ക്ക് കട്ടായിപ്പോയി. നമ്മൾക്കിപ്പോൾ ഇത് അറിഞ്ഞാൽ മതി. നമുക്ക് 37.5 ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോൾ തെർമിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ് കാണിക്കുന്നത് എന്നറിയണം. നമുക്ക് ഹയർ ടെമ്പറേച്ചർ ലിമിറ്റ് എത്തുന്നതിന് മുമ്പേ റിലേ കട്ടായി. അപ്പോൾ നമുക്ക് ഹയർ ലിമിറ്റ് ഒന്ന് കൂട്ടണം. പിൻ നമ്പർ 5 ഹയർ ലിമിറ്റ് വരുന്നത്. മൾട്ടിമീറ്ററിൽ 4.79 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറയാണ് ചെയ്യുന്നത്. 4.9 വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ആക്ച്വൽ സെറ്റിംഗ് അല്ല, നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സെറ്റിംഗ് ആണ്. 37.3 ഉള്ളപ്പോൾ മൾട്ടിമീറ്ററിൽ 4.37 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ റിലേ വീണ്ടും ഓൺ ആയതാണ് നമ്മൾ കണ്ടത്. ചെറിയൊരു സൗണ്ടെല്ലാം വന്നിരുന്നു. ഇപ്പോൾ തെർമോമീറ്ററിൽ 37.5. ഓക്കെ, 4.84. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഏകദേശം വർക്കിംഗ് കറക്റ്റാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൾബ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ തെർമോമീറ്റർ റീഡിംഗ്
താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റെഫറൻസ് വോൾട്ടേജും താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെർമോമീറ്ററിൽ 37.5 എത്തുമ്പോൾ മൾട്ടിമീറ്ററിൽ എത്രയാണ് എന്നുള്ള റീഡിംഗ് മാത്രം അറിഞ്ഞാൽ മതി. 4.38. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് 220 വോൾട്ട് ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം. 220 വോൾട്ട് കണക്ട് ചെയ്താൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആകെ ആവശ്യം 2 വോൾട്ടേജ് സെറ്റ് ചെയ്യലാണ്. ഇത് ലോവർ കട്ട് ഓഫ്, ഇതിനെ 4.38ൻ്റെ താഴെ സെറ്റ് ചെയ്യണം. 4.36 വെച്ചു. ഇനി ഹയർ കട്ട് ഓഫ് 4.40 വെച്ചു. ഓക്കെ, ഇനി എന്താണ് ബിഹേവിയർ നോക്കാം. ഇപ്പോൾ ഇത് കാലിബ്രേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അകത്ത് വെച്ച് അസംബിൾ ചെയ്യാം. തെർമോമീറ്റർ ഇനി ആവശ്യമില്ല. പവർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബ് നിങ്ങൾ ഒരു ഫിക്സഡ് ഹോൾഡറിൽ സൈഡിൽ വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ബോർഡിനെ നമ്മൾക്ക് സൈഡിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചുകൂടി സ്ട്രോങ് ആവണമെങ്കിൽ സ്ക്രൂ ഹോൾ ചെയ്തിട്ട് സ്ക്രൂ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി അഡാപ്റ്ററിൻ്റെ വയറും 220 വോൾട്ടിൻ്റെ വയറും ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ പറ്റും. പിന്നെ ബൾബും ഈ സെൻസറും നമ്മളുടെ തെർമിസ്റ്ററാണ്. ഇത് വളരെ അടുത്ത് വരാൻ പാടില്ല. ഇത് അടുത്ത് വരാതിരിക്കാൻ ഞാൻ വീണ്ടും ഇതിനെയും ഒരു ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല പൊസിഷൻ, നിങ്ങളുടെ ഇൻക്യുബേറ്റർ കുറച്ചുകൂടി വലുതാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ തെർമിസ്റ്റർ വയ്ക്കുകയാണ് നല്ലത്. കാരണം സെൻറ്ററിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് ഏകദേശം ഇതിനകത്തുള്ള ആവറേജ് ടെമ്പറേച്ചർ അറിയാൻ ഹെൽപ്ഫുൾ ആവും. ഇനി ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. മിക്കവാറും ഇതിൻ്റെ മുകളിൽ വെയിറ്റ് എന്തെങ്കിലും വേണ്ടി വരും. നമ്മളുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്ലൈവുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതിയാവും. ഇനി വീണ്ടും പവർ ചെയ്യാൻ പറ്റും. പവർ ചെയ്യുമ്പോൾ തന്നെ ഫാൻ ഓടി തുടങ്ങിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ബൾബ് ഓണാണ്. ഇവിടെ ഒരു വിസിബിൾ ലൈറ്റിൻ്റെ ഒരു ലൈന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം ഇൻക്യുബേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നേരം ബൾബ് ഓൺ ആയിരിക്കും. ഇപ്പോൾ ഓഫായി. ഒരു 3 മിനിറ്റോളം ഓടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ കുറച്ച് വലുതാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇൻക്യുബേറ്റർ ടോട്ടലി ഒന്ന് ചൂടായി കിട്ടുന്നതുകൊണ്ട് പിന്നെ ബൾബ് കുറച്ച് സമയം ഓണായി നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് നേരത്തേക്ക് ബൾബ് ഓൺ ആവുന്നു, വീണ്ടും ഓഫ് ആവുന്നു. അത്രയും മതിയാവും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മുട്ട വെച്ച് വിരിയിപ്പിക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇത് നോക്കി പഠിച്ചിട്ട് തന്നെ ചെയ്യാം. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച് കൊണ്ടുവരുന്ന മുട്ട, അത് വെച്ച് കഴിഞ്ഞാൽ വിരിയില്ല. അതിനെ ഫ്രീസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് എല്ലാം കൊന്നിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം കടയിലിരുന്ന് മുട്ട വിരിയാൻ പാടില്ലല്ലോ. അതേപോലെ ഈ ഫാമിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് വലിയ മുട്ടയല്ല എടുക്കുന്നത്, ഒരുപാട് ചെറിയ മുട്ടയല്ല എടുക്കുന്നത്, മീഡിയം മുട്ടയാണ് എടുക്കുന്നത്. അതേപോലെ ഈ നമ്മൾ ഫാമിൽ നിന്ന് വിരിയിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന മുട്ട കഴുകിയിട്ട് വെക്കാൻ പാടില്ല, അതിൻ്റെ മുകളിൽ ഒരു ആവരണമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഇൻക്യുബേറ്ററിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇതിനകത്തുള്ള എയർ ബബിൾ വലുതായി വരും. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച്, ഹ്യൂമിഡിറ്റി കൂടുതലോ കുറവോ ആണോ എന്നറിയാനായിട്ട് ഇത് ഓരോ ദിവസം എയർ ബബിൾ എത്ര വലുതാവുന്നു, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ കോഴി മുട്ടയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് 21 ദിവസം എടുക്കും വിരിയാൻ. ഇത് 19ാമത്തെ ദിവസം ഒരുപക്ഷെ വിരിയാം. 19ന് വിരിഞ്ഞില്ലെങ്കിൽ 20ന് വിരിയില്ല, 21നെ വിരിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നും വിരിയാത്ത മുട്ട 23നെ വിരിയും. അപ്പോൾ ഈ കോഴിക്കുഞ്ഞിന് എണ്ണം അറിയാമല്ലേ, 21, 22, 23. എനിവേ, അത് നാച്ചുറലായിട്ട് എണ്ണുന്നൊരു സംഗതിയാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനി നമ്മളിപ്പോൾ വീഡിയോയിൽ അസംബിൾ ചെയ്ത ഇൻക്യുബേറ്ററിനകത്ത് മുട്ട വെച്ചിട്ട് വിരിയിക്കുന്ന ഒരു വീഡിയോ, അത് നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.